ഏറ്റുമാനൂരിൽ മറ്റൊരു സംഭവം ഉണ്ടായത് ഒരു അമ്മയും രണ്ട് പെൺകുഞ്ഞു കുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു സംഭവം. പോലീസ് അന്വേഷണം കാര്യമായി തന്നെ നടക്കുകയാണ്. മറ്റെന്തെങ്കിലും സംഭവങ്ങളോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷിക്കണം. അയൽവാസികളായ ഇടവകക്കാരായ ആൾക്കാർ ഈ ചടങ്ങിന് വന്നിട്ടുണ്ട്. അവരെല്ലാം ഭയങ്കര ദുഃഖിതരായിരുന്നു. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവരെല്ലാം പറയുന്ന ഒരു പുരോഹിതന്റെ കാര്യം പറയും. ഒരു ക്രൈസ്തവ പുരോഹിതൻ ഇവരെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. മതവും മതപുരോഹിതന്മാരും നമ്മളെ വല്ലാതെ വേട്ടയാടും. ജോലി ചെയ്യുന്നതിന്റെ അകത്ത് തടസ്സം, യാത്ര ചെയ്യുന്നതിന്റെ അകത്ത് തടസ്സം, വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ അകത്ത് തടസ്സം. ഏറ്റുമാനൂരിൽ മറ്റൊരു സംഭവം ഉണ്ടായത് ഒരു അമ്മയും രണ്ട് പെൺകുഞ്ഞു കുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഏവരെയും മനസ്സിനെ നടുക്കിയ സംഭവമായിരുന്നു. അത് ബിദിൻ ചേരുന്നുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ബിദിൻ, എന്താണ് പോലീസിന്റെ ഒരു കൺക്ലൂഷൻ അക്കാര്യത്തിൽ ഇപ്പോൾ? ജോഷി, കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ വലിയ ഞെട്ടലാണ് നാടിനാകെ ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. റെയിൽവേ ട്രാക്കിൽ അമ്മ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചു നിന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. കാരണം ലോക്കോ പൈലറ്റാണ് ഇതിന് പ്രാഥമികമായ ഒരു മൊഴി നൽകിയിട്ടുള്ളത്. ലോക്കോ പൈലറ്റ് നിർദ്ദേശപ്രകാരം 3 പേരും ട്രാക്കിൽ നിൽക്കുകയായിരുന്നു എന്നാണ്. ഈ ഏറ്റുമാനൂർ പാറവലിക്കൽ സ്വദേശിയായ ഷൈനിയും മക്കളായ അലീനയും ഇവാനയുമാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് തൊടുപുഴയിൽ അവരുടെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുകയാണ്. 10ഉം 11ഉം വയസ്സ് മാത്രമാണ് രണ്ട് കുട്ടികൾക്കുമുള്ളത്. ഈ 10ഉം 11ഉം വയസ്സുമുള്ള മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ച് എന്തിനാണ് ആത്മഹത്യ ചെയ്തത്, എന്തിനാണ് ജീവനൊടുക്കിയത് എന്നൊരു ചോദ്യമാണ് എല്ലായിടത്തു നിന്നും ഉയരുന്നത്. അതിന് പ്രധാനമായും കുടുംബാംഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അറിയുന്നത് കഴിഞ്ഞ 9 മാസമായി ഷൈനിയും ഭർത്താവുമായി വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. ഡിവോഴ്സ് കേസിന്റെ നടപടിക്രമങ്ങളെല്ലാം കോടതി വ്യവഹാരങ്ങൾ അതിനെ മുറക്കി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇവർ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ്. അതിനിടയിൽ BSc നഴ്സായ ഷൈനി പലതവണ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയുമായി പലയിടങ്ങളിലും കയറി ഇറങ്ങുന്നു. രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ ഉപജീവനമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിന്തയാണ് ജോലിയുമായി ബന്ധപ്പെട്ട് പോകാനുള്ള കാരണം. പക്ഷേ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. കാരണം അവർക്ക് 41 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. കുറെ നാളുകളായി ജോലിക്ക് പോകാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിന്റെ പ്രശ്നവും മറ്റ് വലിയ ഗ്യാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥാപനങ്ങളും അവർക്ക് ജോലി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു മനോവിഷമമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും അടക്കമുള്ള ആളുകൾക്കൊക്കെ കിട്ടുന്ന ഒരു വിവരം. ഏതായാലും പോലീസ് അന്വേഷണം കാര്യമായി തന്നെ നടക്കുകയാണ്. മറ്റെന്തെങ്കിലും സംഭവങ്ങളോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷിക്കുകയാണ്. ഏതായാലും ഏറ്റവും ഒടുവിൽ ആന്തരികമായി ഇപ്പോൾ ഇതൊരു ആത്മഹത്യ എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ജോഷി, ഈ സ്ത്രീയും ഇവരുടെ മക്കളും ആത്മഹത്യ ചെയ്തതിൻ്റെ അകത്ത് ഒരുപാട് നിഗൂഢതകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്രേ പറയുന്നുണ്ട്. പക്ഷെ മറുനാടൻ്റെ അകത്തൊക്കെ അവരെ കുറച്ചുകൂടെ നാട്ടുകാരുമൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ് നോക്കും. നിങ്ങൾ മറുനാടനെ കയറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നായിരുന്നു അവിടെ പള്ളിയിലെ അടക്ക് ഈ സ്ത്രീയുടെയും രണ്ട് മക്കളുടെയും. അപ്പം അയൽവാസികളായ ഇടവകക്കാരായ ആൾക്കാർ ഈ ചടങ്ങിന് വന്നിട്ടുണ്ട്. അവരെല്ലാം ഭയങ്കര ദുഃഖിതരായിരുന്നു. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവരെല്ലാം പറയുന്ന ഒരു പുരോഹിതന്റെ കാര്യം പറയും. ഒരു ക്രൈസ്തവ പുരോഹിതൻ ഇവരെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ പേര്, അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറഞ്ഞു. നമ്മളിവിടെ പറയുന്നില്ല. കാരണം വെച്ചാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് പറയുന്നില്ല, പറഞ്ഞു കേൾവിയുള്ളൂ. ഇതിനെക്കുറിച്ച് പോലീസ് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യധാരാ മാധ്യമത്തിൽ വരാത്തതിന് കാരണം പോലീസിന്റെ ഒരു അന്വേഷണം ഈ പുരോഹിതനിലോട്ട് എത്താത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പേരും സഹിതം മറുനാടൻ പറയുന്നുണ്ട്. ആളുകൾ പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പുരോഹിതന് ഈ 3 പേരുടെ മരണത്തിൽ പങ്കുണ്ട്. അദ്ദേഹം പലതവണയായിട്ട് ഇവരുടെ പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജോലിയുടെ കാര്യത്തിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹവുമായിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയത്തില്ല. മരണപ്പെട്ടു പോയ സ്ത്രീയും അവരുടെ മക്കളും ഈ പുരോഹിതനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. നാട്ടുകാർ ഇങ്ങനെ പറയുമ്പം അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. എന്താണ് ഇതിന്റെ പിന്നിൽ? ഈ പുരോഹിതൻ ആരാണ്? ഈ പുരോഹിതൻ ഇവരുടെ ജീവിതത്തിലെ ഇൻവോൾവ്മെന്റ്സ്, ഈ പുരോഹിതൻ മൂലം ഇവർക്ക് എന്തെല്ലാം മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതെന്താണ് പോലീസ് ഇത്രയും ഡിലേ വരുന്നത് എനിക്കതില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങോട്ട് കിടക്കാത്ത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് മുഖ്യധാരാ മാധ്യമങ്ങളോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെ ഒരു പുരോഹിതനാണ്. പെട്ടെന്ന് കയറി അദ്ദേഹത്തിന്റെ പേരിലോട്ട് ഓരോ കാര്യങ്ങൾ വെക്കുമ്പോൾ പോലീസിന് അങ്ങോട്ട് എത്തിപ്പെടാനൊക്കെ പ്രയാസമുണ്ട്. കാരണം ക്രൈസ്തവ പുരോഹിതനാണ്. അപ്പം വ്യക്തമായ തെളിവുകൾക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ കേരള പോലീസ് വെയിറ്റ് ചെയ്യും. ചടങ്ങിന് വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ പേര് പറയുന്നുണ്ട്, അയാളുടെ പ്രശ്നം എന്താണെന്നും പറയുന്നുണ്ട്, അയാൾ ആരാണെന്നും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നാട്ടുകാർ ഇങ്ങനെ ഒരു പ്രശ്നം പറയുമ്പം അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നഷ്ടപ്പെട്ടത് 3 ജീവനാണ്. വളരെ വിഷമമുള്ളൊരു കാര്യം. നമ്മുടെ നാട്ടിൽ ഒരുപാട് മരണങ്ങളുണ്ടാകും. ലഹരി മൂലം കൊലപ്പെടുത്തുന്നു, ലഹരി മൂലം സുഹൃത്തിനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, ഇങ്ങനെ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് സ്വയം ജീവനോട് ജീവിതഭാരവും ബുദ്ധിമുട്ടും കാണും. 8 മാസമായിട്ട് ഭർത്താവുമായിട്ട് സെപ്പറേറ്റഡ് ആണ്. ജോലി ചെയ്യാൻ പോകുന്നിടത്ത് പലപ്പോഴും തടസ്സം വരുന്നു. നേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്താണെങ്കിലും ഈ പുരോഹിതന്റെ പേര് ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാം, മതവും മതപുരോഹിതന്മാരും നമ്മളെ വല്ലാതെ വേട്ടയാടും. ജോലി ചെയ്യുന്നതിൻ്റെ അകത്ത് തടസ്സം, യാത്ര ചെയ്യുന്നതിൻ്റെ അകത്ത് തടസ്സം, വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ അകത്ത് തടസ്സം, ഇങ്ങനെ പല തടസ്സങ്ങളായിട്ട്
മതപുരോഹിതന്മാർ വരുന്നുണ്ട്. മതം അത് ക്രൈസ്തവ മതമാണ്, ഹൈന്ദവ മതമാണ്, ക്രിസ്ത്യൻ മതമാണെങ്കിലും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, സമാധാനത്തിന് വേണ്ടിയായിരിക്കണം, സ്വസ്ഥതയ്ക്ക് വേണ്ടിയായിരിക്കണം. ഈ മതങ്ങളൊക്കെ രൂപീകരിച്ചിരിക്കുന്ന മനുഷ്യർ തന്നെയാണ്. മതങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് സമാധാനവും സ്വസ്ഥതയും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയാൻ വേണ്ടിയുള്ള, നമുക്ക് നമ്മളെക്കാളും ശക്തനായ ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം, കർത്താവ്, അള്ള, ശിവൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലരും പറയുന്നുണ്ട് പല പേരുകൾ. അവിടെ വരുമ്പം ഈ കാര്യങ്ങൾ, അതായത് ദൈവവുമായിട്ട് നമ്മളെ യോജിപ്പിക്കാൻ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ പുരോഹിതനെന്നും സന്യാസി എന്നും എന്നൊക്കെ പറയുന്ന പേരിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പൂജാരി എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകൾ. അവർ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? മനസ്സസ്വസ്ഥരാക്കുകയാണോ ചെയ്യുന്നത്? അവരെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പരിശോധിക്കേണ്ടിരിക്കുന്നു. മതം വീർപ്പ് മുട്ടിക്കുന്ന ഒരു സിറ്റുവേഷനോട്ട് വന്നു കഴിഞ്ഞാൽ ജനത്തിന് മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. മതങ്ങൾ എപ്പോഴും സമാധാനത്തിന് സ്വസ്ഥതയ്ക്കും വേണ്ടിയാണ്. ഇപ്പൊ ഈ സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിലും ഈ പുരോഹിതന് പങ്കുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടിയിരിക്കും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാണ് ക്രൈസ്തവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ പുരോഹിതന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും യോജിക്കാവുന്ന ഒരു പ്രവൃത്തിയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.